ഫ്രണ്ട്സ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ അപ്രൻറ്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഒരിക്കലും ഇതൊരു പെർമനൻറ്റ് വേക്കൻസി ഒന്നുമല്ല. അപ്പം ഇതിൽ നമ്മൾ അപ്രൻറ്റീഷിപ്പ് ചെയ്താലുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട, കാരണം നമുക്ക് ഇതിൽ ചെയ്ത് വെച്ചൊരു നഷ്ടം വരുന്നില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇതിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അപ്രൻറ്റീഷിപ്പ് ചെയ്തവരെ പരിഗണിക്കാറുണ്ട്, അത് എങ്ങനെയാണ്, അതിലേക്ക് എങ്ങനെയാണ് എൻട്രി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പ് അതുപോലെ ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിപ്ലോമ അതുപോലെ തന്നെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള എലിജിബിലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 68.4K ആയിട്ടുണ്ട് സബ്സ്ക്രൈബർ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 100Kയിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത്, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സാമോ കാര്യങ്ങളോ അപേക്ഷാ ഫീസോ ഒന്നും തന്നെ ഇല്ല. 14 ഓഗസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസം തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. 14 ഓഗസ്റ്റ് മുതൽ നിങ്ങൾക്ക് 31 ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ ഈ പറയുന്ന ഗ്രാജുവേറ്റ് ആയുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിനും ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ ഡിപ്ലോമ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു വേക്കൻസികൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് വിളിച്ചിരിക്കുന്ന അപ്രൻറ്റീഷിപ്പ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ 2020, 21, 22, 23, 24 തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഏതെങ്കിലും വർഷങ്ങളിൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം ഏജ് 18 കഴിഞ്ഞിരിക്കണം. മാക്സിമം ഏജ് ലിമിറ്റ് ഇല്ല. കാരണം ഈ പറയുന്ന വർഷങ്ങളിൽ 2020 പാസ് ഔട്ട് ആയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, 21 പാസ് ഔട്ട് ആയവർക്ക് അപ്ലൈ ചെയ്യാം, 22 പാസ് ഔട്ട് ആയവർക്ക് അപ്ലൈ ചെയ്യാം, 23 24 പാസ് ഔട്ട് ആയവർക്ക് അപ്ലൈ ചെയ്യാം. 2019 നിങ്ങൾ ഡിപ്ലോമയോ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ബിരുദമോ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 2018 പറ്റില്ല. ഇതിനങ്ങോട്ടൊന്നും പറ്റില്ല. ഈ പറയുന്ന വർഷങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് എലിജിബിൾ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അപ്രൻറ്റീഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ കോഴ്സ് കഴിഞ്ഞ് നമ്മളൊരു 3-4 വർഷത്തിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടൊന്നും നമ്മൾ അപ്രൻറ്റീസ് ചെയ്യാൻ നമ്മൾ എലിജിബിൾ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അപ്രൻറ്റീഷിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ഈ പറയുന്ന കോഴ്സൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് ഒരു ട്രെയിനിങ് ലഭിക്കുക, പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ലഭിക്കുക. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു അവൈലബിലിറ്റി നമുക്ക്, അതായത് ഇത്തരം ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം വെച്ചിരിക്കുന്നതും. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും അതത് വ്യത്യസ്ത ഗവൺമെൻറ് എക്സാമുകളും ഒക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലാതെ എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. അത് മാത്രമല്ല, നമുക്ക് കേരളത്തിൽ ഈ പറയുന്ന നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റുകളൊക്കെ വിളിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ പറയുന്ന അപ്രൻറ്റീഷിപ്പ് നിർബന്ധമായിട്ട് ചോദിക്കുന്ന എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കാറുണ്ട്. അതുമാത്രമല്ല, എക്സ്പീരിയൻസ് ചോദിക്കുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാം. ഇനി അതും മാത്രമല്ല, നമ്മളിതിൽ അപ്രൻറ്റീഷിപ്പായിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങളുടെ ട്രെയിനിങ് കുറച്ചും പാടെ എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് അപ്രൻറ്റീഷിപ്പായിട്ടല്ല, നിങ്ങൾക്ക് അവിടെ ട്രെയിനിങ് ആയിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, നമ്മുടെ കുറേ മുൻപ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അപ്ലൈ ചെയ്തവരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമുക്ക് അവിടെ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിലേക്ക് നമുക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, ഈ പറയുന്ന നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും പാടെ കുറഞ്ഞ സാലറി കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ കുറച്ച് കരാർ അടിസ്ഥാനത്തിലുള്ള രീതിയിലൊക്കെ ജോലി ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, അപ്രൻറ്റീഷിപ്പിൻ്റെ ഡ്യൂറേഷൻ 1 ഇയർ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന ഡിസിപ്ലിൻ വേക്കൻസി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പിലേക്ക് നിങ്ങൾക്ക് BA or BTech കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അത് ഈ പറയുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 12 വേക്കൻസി ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 20 വേക്കൻസി ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ 6 വേക്കൻസി, സിവിൽ എഞ്ചിനീയറിംഗിൽ 14 വേക്കൻസി, കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 5 വേക്കൻസി, ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗിൽ 4 വേക്കൻസി, മറൈൻ എഞ്ചിനീയറിംഗിൽ 4 വേക്കൻസി, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിങ്ങിൽ നിങ്ങൾക്ക് 4 വേക്കൻസി. അങ്ങനെ 69 വേക്കൻസിയാണ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പിൽ വരുന്നത്. മന്ത്ലി സ്റ്റൈപ്പൻഡ് ആയിട്ട് നിങ്ങൾക്ക് 12,000 രൂപയാണ് ലഭിക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അലൈഡ് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. കാരണം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് നമുക്ക് ആ പ്രശ്നം ഒഴിവാക്കാനാണ്.
ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് പോളിടെക്നിക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 15 വേക്കൻസിയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 20 വേക്കൻസി. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 8 വേക്കൻസി. ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജിയിൽ 4 വേക്കൻസി, സിവിൽ എഞ്ചിനീയറിംഗിൽ 10 വേക്കൻസി, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ 5 വേക്കൻസി, പിന്നെ കൊമേഴ്ഷ്യൽ പ്രാക്ടീസിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 9 വേക്കൻസി. ഇങ്ങനെ 71 വേക്കൻസിയാണ്. ഇവർക്ക് 10,200 സ്റ്റൈപ്പൻഡ് പെർ മന്ത് ലഭിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റൈപ്പൻഡും ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഫുൾ ടൈം ആയിട്ടുള്ള നിങ്ങളുടെ ബി ഓർ ബി ടെക് അതത് ഡിസിപ്ലിനിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ അതിൻ്റെ എലൈഡ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അതിൻ്റെ ഈ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്താൻ ഇത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഡിപ്ലോമ അതത് ഡിസിപ്ലിനിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് ആണ്. മിനിമം 18 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. 31/8/2024. മാക്സിമം ഏജ് ലിമിറ്റ് ഇല്ല. കാരണം മുകളിൽ പറഞ്ഞ 2020 മുതൽ 24 വരെ നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഡ്യൂറേഷനിൽ നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം. അതുകൊണ്ട് മാക്സിമം ഏജ് ലിമിറ്റോടെ ബാധകമല്ല, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഗവൺമെൻറ് നിശ്ചിതമായുള്ള റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ റിസർവേഷനെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അതത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാസ്റ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ വേണം കേട്ടോ. OBC ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റാണ് വേണ്ടത്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. SC/ST ആണെങ്കിൽ SC/ST കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ഇതിലൂടെ പ്രീവിയസ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് ചെയ്തവരോ അല്ലെങ്കിൽ ഓൾറെഡി അപ്രൻറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊന്നും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഫ്രഷർ ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ യാതൊരു എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ അതായത് എഞ്ചിനീയറിംഗ് ബി ഓർ ബി ടെക്കിലോ അല്ലെങ്കിൽ ഡിപ്ലോമയിലോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ പെർസെൻറ്റേജ് അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്ക് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ സെലക്ട് ആയി കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് അവർ തയ്യാറാക്കി കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വിളിക്കും. അത് നമ്മൾ മെയിൽ വഴിയാണ് അവർ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്യണം. ഇതിലേക്ക് യാതൊരു അപേക്ഷ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ ഇനി നമ്മൾ എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിൽ നാറ്റ്സ് വഴിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്, NITS വഴിയാണ്. അപ്പോൾ നാറ്റ്സ് വഴി രജിസ്റ്റർ ചെയ്യുന്നവർ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് നാറ്റ്സിൽ പുതിയൊരു വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. ഇത് പഴയതാണ്. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നിങ്ങൾക്ക് പഴയ വെബ്സൈറ്റ് ആണ്. ഈ പഴയ വെബ്സൈറ്റ് വഴിയല്ല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ പഴയ വെബ്സൈറ്റിൽ നിങ്ങൾ എന്താണ് രജിസ്റ്റർ ചെയ്തവരാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയ വെബ്സൈറ്റ് വഴി നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയ വെബ്സൈറ്റ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് നാറ്റ്സിൻ്റെ പുതിയ വെബ്സൈറ്റ്. ഇതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കോളം A എന്ന് പറയുന്നതിൽ നിങ്ങൾ ഓൾറെഡി പഴയ വെബ്സൈറ്റിൽ അതായത് ഈ പറയുന്ന MHRD.NATS.government.in എന്ന് പറയുന്ന ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്ക്രീനിൽ കാണിച്ച ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം, അവരുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണം. അത് ഈ പറയുന്ന നമ്മുടെ nats.education.government.in എന്ന് പറയുന്ന പുതിയ വെബ്സൈറ്റ്. ഓക്കെ, ഇതാണ് പുതിയ വെബ്സൈറ്റ്. ഈ പുതിയ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യണം, അവരുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണം. അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർ ഫോർഗെറ്റ് പാസ്വേഡ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ലോഗിൻ പേജിൽ ഫോർഗെറ്റ് പാസ്വേഡ് പേജ് എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. അതായത് ലോഗിൻ പേജിൽ ഫോർഗെറ്റ് പാസ്വേഡ് എന്ന് കൊടുക്കുക. നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഫർദർ ആയിട്ട് എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പഴയ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളെങ്കിൽ പുതിയ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. പുതിയ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ തരാം കേട്ടോ. എവിടെയാണെന്നുള്ളത് നമ്മുടെ സൈറ്റിലുണ്ടായിരിക്കും, ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിലുണ്ടാവും കേട്ടോ. ഇവിടെ കാണാം അപ്ലൈ നൗ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പുതിയ വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാം സ്റ്റുഡൻറ്റ് എന്നുള്ള ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് രജിസ്റ്റർ അതുപോലെ സ്റ്റുഡൻറ്റ് ലോഗിൻ. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി പഴയ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാത്തവർ ഇതിൽ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അതായത് പഴയ വെബ്സൈറ്റിൽ ഞാൻ ആദ്യം പറയുന്നത് എന്താ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. ഓൾറെഡി നമ്മൾ പഴയ നാറ്റ്സിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് നമുക്ക് അക്കൗണ്ട് ഉള്ളവരുടെ കാര്യമാണ് ഫസ്റ്റ് പറയുന്നത് കേട്ടോ. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരുടെ കാര്യം ഞാൻ പിന്നീട് പറയാം. അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. അങ്ങനെ ഇവരെന്ത് ചെയ്യുക, സ്റ്റുഡൻറ്റ് ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോർഗെറ്റ് പാസ്വേഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഈ മെയിൽ ID കൊടുത്തിട്ട്, അപ്പോൾ നിങ്ങളുടെ മെയിൽ ID നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക നിങ്ങൾ കേട്ടോ. നിങ്ങളുടെ മെയിൽ ID നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് എന്ന് കൊടുത്ത് നിങ്ങൾക്ക് അതിനനുസരിച്ച് സ്റ്റെപ്പുകൾ വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് ഇതിൽ ആക്ടിവേറ്റ് ആയിക്കണം. കാരണം അതിൽ കൊടുത്ത ഡാറ്റാസൊക്കെ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ആവുമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്നൊക്കെ നമ്മൾ ഒന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റെപ്പ് 2 ആണ് നമ്മൾ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 2 നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇതേപോലെ നിങ്ങൾ അടിച്ചു കൊടുക്കുക. അത് ഈ പറയുന്ന അഡ്വർടൈസ്ഡ് വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഭാഗം ഉണ്ടാവും ഇതിൽ.
ഓക്കെ, അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്താൽ ഇവിടെ അഡ്വർടൈസ്ഡ് വേക്കൻസി എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ അഡ്വർടൈസ്ഡ് വേക്കൻസിൻ്റെ അവിടെ നിങ്ങൾ എന്ത് സെർച്ച് ചെയ്യണമെന്ന് വെച്ചാൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന് ഇതേപോലെ ടൈപ്പിംഗ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ കറക്റ്റായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ നേരെ ഏത് ഡിസിപ്ലിനാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ ക്ലിക്ക് അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെ കാണാൻ പറ്റും, അപ്ലൈഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് സക്സസ്ഫുള്ളി അപ്ലൈ ചെയ്തു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതുവരെ നമ്മൾ നാറ്റ്സിൽ പഴയതിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല, പുതിയതിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? പഴയതിൽ രജിസ്റ്റർ ചെയ്യാൻ പോകണ്ട, അവരെന്ത് ചെയ്യണം? പുതിയതിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ പുതിയതിൽ രജിസ്റ്റർ ചെയ്യാൻ നമ്മുടെ സൈറ്റിൽ ഇവിടെ കാണാം അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ പേജ് ലോഡായി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ രജിസ്റ്റർ എന്നുള്ള ഭാഗം ഇതാക്കിയിട്ട് നമ്മുടെ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ കയ്യിൽ വേണം. അതുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മെയിൽ ഐ ഡിയും അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് OTP ഒക്കെ വെരിഫൈ ചെയ്ത് നമ്മൾ അങ്ങനെ പോകണം. നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് നേരത്തെ മറ്റുള്ളവർ പറഞ്ഞ പോലെ, അതായത് കോളം എയിൽ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ലോഗിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അഡ്വർടൈസ്ഡ് വേക്കൻസി എന്നുള്ളിടത്ത് നമ്മൾ ഈ പറയുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ടാണ് നമുക്ക് വേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഒന്നും ഇവിടെ ഓർമ്മിപ്പിക്കാം, ഓഗസ്റ്റ് 14 മുതൽ 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്കുകളെല്ലാം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.